രാഹുൽ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നിന്നപ്പോഴാണ് അവൻ്റെ ഫോൺ അടിച്ചത്. അവൻ ഫോൺ എടുത്ത് നോക്കിയതും ഗോകുൽ എന്ന് പേര് കണ്ടതും അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ ഗോകുൽ, നീ എവിടെ പോയി കിടക്കുക? ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയുമോ? എനിക്കൊന്നും ഓർമ്മയില്ല. അവൻ്റെ മറുപടി കേട്ട് രാഹുൽ ഞെട്ടി. അതിലുപരി അവൻ ഗോകുലിനെ കൊല്ലാനുള്ള പകയെറിഞ്ഞു. അതൊക്കെ മനസ്സിലൊതുക്കി അവൻ മാന്യതയോടെ സംസാരിച്ചു. പ്ലീസ് ഗോകുൽ, എന്നെ ചതിക്കരുത്. ആ വീഡിയോ നീ ആർക്കും കാണിച്ചു കൊടുക്കരുത്. നിനക്കെന്താ വേണ്ടത് അത് ഞാൻ നിനക്ക് തരാം. നീ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ അങ്ങോട്ട് വരാം. അതും പറഞ്ഞ് രാഹുൽ വീട്ടിൽ നിന്നിറങ്ങി. അപ്പോൾ തന്നെ അവൻ അവിടെ നിന്നും ഗോകുൽ പറഞ്ഞ സ്ഥലത്തേക്ക് പാഞ്ഞുപോയി. ഗോകുൽ പുച്ഛം നിറഞ്ഞ ചിരിയോടെ അവൻ്റെ കോള് കട്ടാക്കി. അപ്പോൾ തന്നെ ഗോകുലിൻ്റെ ഫോൺ വീണ്ടും അടിച്ചു. എല്ലാം റെഡിയായി. അവനെൻ്റെ കെണിയിൽ വീണിട്ടുണ്ട്. അവനെവിടെ കൊണ്ടുവരണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഗുഡ്. അതൊക്കെ ഞാൻ പിന്നീട് അറിയിക്കാം. അതും പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു. ഗോകുൽ ഗൂഢമായ ചിരിയോടെ രാഹുലിൻ്റെ വരവിനായി കാത്തിരുന്നു. അപ്പോഴും അവൻ അറിഞ്ഞില്ല അവരുടെ ക്രൂരതയുടെ ദിവസങ്ങൾ കഴിഞ്ഞു തുടങ്ങിയെന്ന്. ഗോകുൽ രാഹുലിനെ കുടുക്കിയത് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവൻ്റെ ബൈക്ക് അവൻ്റെ മുന്നിൽ പൊടി പറത്തി വന്നു നിന്നത്. രാഹുൽ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി ഗോകുലിൻ്റെ നെഞ്ചിനിട്ട് ചവിട്ടി. കൂടെ നിന്ന് ചതിക്കുമായിരുന്നല്ലേ? എൻ്റെ എല്ലാം നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടും നീ എൻ്റെ കൂടെ നടന്ന് ചതിച്ചല്ലേ? ഇതിനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എൻ്റെ എല്ലാം നീ സ്വന്തമാക്കാൻ നോക്കിയല്ലേ? ആഹാ, അടങ്ങി നിൽക്ക് രാഹുൽ മാധവൻ. ഞാനെങ്ങനെ നിന്നെ ചതിക്കും? നീ എൻ്റെ കൂട്ടുകാരനല്ലേ? ഞാൻ നിന്നെ ചതിക്കുമോ? ഇതൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് പറ ഇനി എന്താ. അതും പറഞ്ഞ് ഗോകുൽ രാഹുലിന് നേരെ അവൻ്റെ ഫോൺ നീട്ടി ആ വീഡിയോ കാണിച്ചു. അത് കണ്ടതും അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തെറിച്ചു പോയതുപോലെ തോന്നി. എടോ ഗോകുൽ, നീ ഇതാരെയും കാണിക്കരുത്. നാട്ടുകാരറിഞ്ഞ, എൻ്റെ അച്ഛനും അമ്മയും അറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ ഇതാർക്കും കാണിച്ചു കൊടുക്കരുത്. ആ തള്ളയ്ക്ക് പിന്നെ അത് കുഴപ്പമില്ലാതിരിക്കും. എനിക്കെൻ്റെ ജീവിതം. ഓക്കെ, അങ്ങനെ വഴിക്കുക. എന്ന് ശരി, ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കില്ല. പകരം എനിക്ക് നീ എന്തു തരും? എടാ, അങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാം പോയിരിക്കുക. ഇപ്പോൾ ഇങ്ങനെ ചോദിച്ചാ ഓക്കെ, ഞാൻ പറയാം. എനിക്ക് അവളെ, ആ ഋതികയെ, അവളെ കെട്ടിച്ചു തന്നാൽ മതി. അത് നീ വേഗം സെറ്റാക്കി തരണം. പിന്നെ നിന്റെ അപ്പച്ചി, അവരെയും നീ ഇന്നലെ അറിഞ്ഞതുപോലെ എനിക്കൊരു ദിവസത്തേക്ക് മതി. എടാ, ഞാൻ പറഞ്ഞാലൊന്നും അവർ അനുസരിക്കില്ല. അച്ഛനെ കൊണ്ട് പറയിപ്പിക്കാം. പക്ഷേ അവർ സമ്മതിക്കുമോ? അതും നീ അറിയണ്ട. നീ കൂടെ നിന്നാൽ മതി. ബാക്കി നമുക്ക് വഴിയെ തീരുമാനിക്കാം. അവർ ഓരോന്ന് പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് അവരുടെ അടുത്തൊരു ജീപ്പ് വന്നു നിന്നത്. അവർ രണ്ടുപേരും സംശയത്തോടെ അയാളെ നോക്കി. ആരാണ് രാഹുലും ഗോകുലും? അവരുടെ അടുത്ത് നിർത്തിയ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തിയ ഒരു പോലീസുകാരൻ അവരോട് ചോദിച്ചു. ഞങ്ങളാണ് സർ. ആണോ? എന്നാൽ ഈ വണ്ടിയിലേക്ക് കയറ്. നിങ്ങളുടെ പേരിൽ ഒരു പരാതിയുണ്ട്. മര്യാദയ്ക്ക് കയറിയാ നിങ്ങൾക്ക് നല്ലത്. അല്ലാതെ എൻ്റെ കൈക്ക് പണിയുണ്ടാക്കരുത്. എന്തിൻ്റെ പേരിലാണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ കയറൂ. രാഹുൽ അങ്ങനെ പറഞ്ഞതും ഗോകുലിന് കാര്യം മനസ്സിലായതുകൊണ്ട് അവനത് എതിർക്കാൻ നിന്നില്ല. എടാ രാഹുലേ, നീ ഒന്നും മിണ്ടാതെ അവർ പറയുന്നത് അനുസരിക്ക്. അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടല്ലേ നമ്മളെ കൊണ്ടുപോകുന്നത്? ഗോകുലേ, നീയും അവർ പറഞ്ഞത് വിശ്വസിച്ചോ? നീ വേണമെങ്കിൽ പൊയ്ക്കോ, എന്നെ കിട്ടില്ല. നിങ്ങൾ കയറുന്നുണ്ടോ അതോ ഞങ്ങൾ പിടിച്ച് കയറ്റണോ? എടാ പിള്ളേരെ, സാറുമാർക്ക് കയറാനൊരു മടി. നിങ്ങളൊന്ന് സഹായിക്ക്. അയാൾ അങ്ങനെ പറഞ്ഞതും ജീപ്പിൻ്റെ ബാക്കിൽ നിന്നും കുറച്ച് പോലീസുകാർ ഇറങ്ങി വന്ന് അവരെ ബലമായി പിടിച്ച് ജീപ്പിലേക്ക് കയറ്റിക്കൊണ്ട് പോയി. അവരുടെ കണ്ണുകൾ കെട്ടിയിരുന്നു. രാവിലെ ആദ്യം കണ്ണു തുറന്നത് നാഥായിരുന്നു. അവൻ തന്നെ ചുറ്റിപ്പറ്റി കിടക്കുന്ന പെണ്ണിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അവളെ നേരെ കിടത്തി ബെഡിൽ നിന്നും എണീറ്റുപോയി. ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി വന്നപ്പോഴാണ് അവൻ്റെ ഫോൺ അടിച്ചത്. അവനതെടുക്കാൻ പോയതും അതിലെ പേര് കണ്ടവൻ ലച്ചുണർന്നോ എന്ന് നോക്കി. നല്ല ഉറക്കമാണ് എന്ന് കണ്ടതും അവൻ ഫോൺ എടുത്ത് റൂമിൻ്റെ പുറത്തേക്ക് പോയി കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. ഓക്കെ, അവർക്ക് സംശയമില്ലല്ലോ? ഓക്കെ, ഞാൻ വന്നതിന് ശേഷം അവരുടെ കെട്ടഴിച്ചാൽ മതി. പിന്നെ ഞാൻ വരുന്നത് വരെ അവർക്കൊരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത്. ഇനിയെല്ലാം ഞാൻ വന്നിട്ട്. അത് പറയുമ്പോഴും അവൻ്റെ കണ്ണിൽ അവരോടുള്ള പകയെരിഞ്ഞു. തൻ്റെ പെണ്ണനുഭവിച്ച അതേ വേദന അവർക്ക് ഓരോരുത്തർക്കായി ഞാൻ കൊടുക്കും. അതും ചിന്തിച്ച് നിന്നപ്പോഴാണ് അവൻ്റെ തോളിൽ കരസ്പർശം അറിഞ്ഞത്. നാദ് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. എല്ലാം സെറ്റായി. അവരെ തന്നെ ആദ്യം നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടിയ ഇനിയാണ് കളി തുടങ്ങുന്നത്. അങ്ങനെ ഓരോരുത്തരായി എൻ്റെ പെണ്ണനുഭവിച്ചത് അവർക്ക് ഞാൻ കൊടുക്കും. ഇതൊക്കെ പറയുമ്പോഴും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. ഹരിയുടെ മുഖവും ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു. പിന്നെ ശ്രീ, അവളൊന്നും അറിയരുത്. അറിഞ്ഞാൽ ഇതിനൊന്നും സമ്മതിക്കില്ല.
നാഥ് ഹരിയോട് പറഞ്ഞു. അത് നീ പറഞ്ഞത് ശരിയാണ്. അവൾക്ക് എന്ത് സംഭവിച്ചാലും, അവളെ ആരെന്ത് ചെയ്താലും അവൾ പ്രതികരിക്കില്ല. മറ്റുള്ളവർക്ക് എന്ത് ചെയ്താലും അവൾ അത് തടയും. അവൾ ഉണരാൻ നേരമായി. ഇനി വീട്ടിലേക്ക് പോയിട്ട് ബാക്കി തീരുമാനിക്കാം. അതും പറഞ്ഞവർ റൂമിലേക്ക് പോയി. അപ്പോഴേക്കും അവൾ ഉണർന്നിരുന്നു. അവളെ പിടിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ഫ്രഷാക്കി ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി ഫുഡും കഴിച്ചു. അപ്പോഴേക്കും ഡോക്ടറും വന്ന് പോവാൻ പറഞ്ഞു. അവർ അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് പോയി. അവരുടെ കാറ് ഗേറ്റ് കടന്ന് വന്നപ്പോൾ തന്നെ വീടിൻ്റെ മുറ്റത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. നാഥ് ആദ്യം ഇറങ്ങി അവളുടെ സൈഡിലെ ഡോറ് തുറന്ന് അവളെ പിടിച്ചിറക്കി. അപ്പോഴേക്കും ചെറിയമ്മമാർ വന്ന് അവളെ അകത്തേക്ക് കൊണ്ടുപോയി കിടത്തി. എന്താ കുട്ടിക്ക് പറ്റിയത്? മോൾക്ക് ഇവിടത്തെ ഒന്നും പിടിക്കുന്നില്ലേ? ഇവിടെ നിന്നോട് ആരെങ്കിലും അപമര്യാദയോട് പെരുമാറിയോ? എന്തെൻ്റെ കുട്ടിയുടെ മനസ്സിൽ എന്തുണ്ടെങ്കിലും ഈ മുത്തശ്ശിയോട് പറ. അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി, എനിക്കിതുവരെ കിട്ടാത്തത് കിട്ടിയപ്പോഴാകും ഇങ്ങനെ സംഭവിച്ചത്. എനിക്കാരും ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടാക്കി തന്നിരുന്നില്ല. എൻ്റെ അമ്മേ, അവർ വന്നിട്ടല്ലേ ഉള്ളൂ. ആ കുട്ടി ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ, എന്നിട്ട് ബാക്കി ചോദിക്കാം. ഇനിയും ഓരോന്ന് ചോദിച്ച് അതിനെ വിഷമിപ്പിച്ച് ഇനിയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവേണ്ടി വരും. ഇന്ദ്രൻ അങ്ങനെ പറഞ്ഞപ്പോൾ മുത്തശ്ശി അവിടെ നിന്നും എണീറ്റ് പോവാൻ നിന്നു. അപ്പോൾ തന്നെ ലച്ചു അവരുടെ കയ്യിൽ പിടിച്ചു. മുത്തശ്ശി, എന്താ കുട്ടി? ഞാൻ മുത്തശ്ശിയുടെ മടിയിൽ കുറച്ചു നേരം കിടന്നോട്ടെ? അതിനെന്താ, കിടന്നോ. അവരത് പറഞ്ഞ് അവളുടെ അടുത്തിരുന്നു. അവർ തന്നെ അവളുടെ തലയെടുത്ത് മടിയിൽ വെച്ചു മുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു. ലച്ചുവിന് തൻ്റെ അമ്മയെ ഓർമ്മ വന്നു. അവളുടെ കണ്ണിൽ നിന്നും ഒരിറ്റ് കണ്ണുനീർ താഴേക്ക് വീണു. അവൾ കണ്ണുകളടച്ചുറങ്ങി. ബാക്കിയുള്ളവർ അവിടെ നിന്നും പോയിരുന്നു. പോലീസുകാർ ജീപ്പിലേക്ക് വരെ പിടിച്ചിടാൻ നിന്നപ്പോൾ രാഹുൽ അവരുടെ കയ്യിൽ നിന്നും കുതറി മാറാൻ നോക്കി. അതിലൊരു ഗുണ്ട അവരുടെ മുഖത്തേക്ക് സ്പ്രേ അടിച്ചു. അപ്പോൾ തന്നെ അവരുടെ രണ്ടുപേരുടെയും ബോധം മറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ബോധം വന്നത്. രാഹുൽ കണ്ണു തുറന്നതും ചുറ്റുമിരുട്ട്. അവൻ കയ്യനക്കാൻ നോക്കിയതും അനങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കി അവനൊന്ന് ശരിക്കു നോക്കിയതും അവനെയും ഗോകുലിനെയും രണ്ട് കസേരയിൽ കെട്ടിയിരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ തന്നെ വലിയ ശബ്ദത്തോടെ ആ റൂമിൻ്റെ ഡോറ് തുറന്നു. അവൻ ആരെയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവന് മനസ്സിലായത് അവൻ്റെ കണ്ണ് കെട്ടിയിരിക്കുകയാണെന്ന്. എന്തിനാ പൊന്ന മക്കളെ ഞങ്ങളെ കണ്ണു കെട്ടിയിരിക്കുന്നേ? ഒഴിക്കടാ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ശരിക്കറിയില്ല. കണ്ണുകെട്ടിയതിൻ്റെ ദേഷ്യത്തിൽ രാഹുൽ അവരുടെ നേരെ ദേഷ്യത്തിൽ പറഞ്ഞു. അവൻ കണ്ണുകെട്ടിയിരിക്കുന്നത് കൊണ്ട് അടിക്കാനും പറ്റുന്നില്ല. എടാ ബെന്നി, സാറ് ചൂടിലാണ്. അയ്യോ സാറ് നമ്മൾ പേടിപ്പിക്കുന്നു. നീ പേടിച്ചോ ബെന്നി? എൻ്റെ സാറേ, കുറച്ചു നേരം കൂടി ക്ഷമിക്ക്. ഞങ്ങൾക്കതിന് ഓർഡറില്ല. സാറുമാരെ കണ്ണിലേക്ക് എട്ടടിക്കാനേ അതിനുള്ള ആൾ വന്നാലേ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റൂ. ഇപ്പം സാറുമാർ രണ്ടുപേരും ഇങ്ങനെ തന്നെ ഇവിടെ ഇരിക്ക്. ഏത് മറ്റവനാണ് ഇങ്ങോട്ട് വരുന്നത്? ഇനി എന്ത് കാണിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അതൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാണ്? വരുന്നവൻ എന്തെങ്കിലും കാര്യം ചെയ്ത് തീർക്കാനുണ്ടാകും. അത് തീർക്കുന്നത് വരെ ഇവിടെ ഇങ്ങനെ ഇരിക്ക്. പറ്റില്ല, ഈ കണ്ണിടുന്ന് അഴിച്ചു തരുമോ? അതും അയാൾ വന്നിട്ടേ അഴിക്കൂ. ഇനി അധികം ഇരിക്കണ്ട, നിനക്കുള്ള ആൾ എത്തിക്കഴിഞ്ഞു. അത് പറഞ്ഞവർ അവിടെ നിന്ന് പോയി. ഗോകുൽ അപ്പോഴും നല്ല മയക്കത്തിലായിരുന്നു. അവനൊന്നും അറിഞ്ഞിരുന്നില്ല. എടാ പന്ന മക്കളെ, ഞങ്ങൾ അഴിച്ചുവിടടാ. എന്ത് മറ്റേ മോനെ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത്? ആ മോനോട് വേഗം ഇങ്ങോട്ടേക്ക് എഴുന്നള്ളാൻ പറ. ഒരു തുള്ളി വെള്ളം പോലും തരാതെ എന്തു കാണിക്കാനാണ് ഞങ്ങളിങ്ങനെ ഇവിടെ കെട്ടിയിട്ട് ദ്രോഹിക്കുന്നത്? എടാ ടോണി, എനിക്ക് അവൻ്റെ സംസാരം കേട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട്. എൻ്റെ കൈയും കാലും അവനെ അടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞെരിപിരി കൊള്ളുന്നുണ്ട്. ആ പന്ന മോനെ രണ്ട് കൊടുത്താലോ? അത് വേണ്ട ബെന്നി, ബോസ് പറഞ്ഞത് അദ്ദേഹം വരും വരെ ഒന്നും ചെയ്യരുതെന്ന്. ആദ്യം ബോസ് തുടങ്ങിയിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഈ വിളിച്ചതിനൊക്കെ ഉള്ളത് അപ്പം കൊടുക്കാം. അവർ അത് പറഞ്ഞു കഴിഞ്ഞതും അപ്പോൾ തന്നെ പൊടി പറത്തിക്കൊണ്ട് അവൻ്റെ കാറ് ആ കെട്ടിടത്തിൻ്റെ മുന്നിൽ വന്നു നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അവൻ ചാടിയിറങ്ങി. അവനെ കണ്ടതും അവർ അവൻ്റെ അടുത്തേക്ക് പോയി. എന്തായി, അവൻ ഉണർന്നോ? ആ ഉണർന്നു. അവൻ അവിടെ എന്തൊക്കെയോ ബഹളം വയ്ക്കാൻ തുടങ്ങുന്നു. അവൻ പറഞ്ഞതെല്ലാം നാഥിനോട് ടോണി പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? അവൻ എന്നെ കാണാൻ കാത്തിരിക്കുവാണോ? അപ്പോൾ ഇനി അവൻ്റെ അടുത്തേക്ക് പോകുന്നത് അധികം വൈകിക്കണ്ട. അതും പറഞ്ഞവൻ ആ റൂമിൻ്റെ ഡോറ് തുറന്നു. ഏത് പൊന്ന മോനാണ് വന്ന് ഈ കെട്ടടിച്ച് താടോ? രാഹുൽ ഉച്ചത്തിൽ പറഞ്ഞു. അത് കേട്ടതും നാഥിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. അവൻ അവൻ്റെ അടുത്തേക്ക് പോയി. അപ്പോഴും രാഹുൽ ഉച്ചത്തിൽ അവരൊക്കെ തെറി വിളിക്കുമായിരുന്നു. നാഥ് അവിടെ അടുത്തൊരു ചെയർ എടുത്തിരുന്ന് അവൻ അവൻ്റെ കെട്ടടിച്ചതും ടോണിക്ക് മനസ്സിലായി അവൻ രാഹുലിൻ്റെ കണ്ണിലേക്ക് കെട്ടടിച്ചു എന്ന്. എന്താ പൊന്ന മക്കളെ, അപ്പോൾ തന്നെ പേടിയുണ്ടല്ലേ?
അത് പറഞ്ഞ് രാഹുൽ കണ്ണു തുറന്ന് മുന്നിലേക്ക് നോക്കിയതും പരിചയമില്ലാത്ത മുഖം കണ്ട് അവൻ സംശയത്തോടെ അവനെ നോക്കി. നീ എന്താ രാഹുൽ മാധവ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഓ, നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. താനാണോ എന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്? എന്തിനാണാവോ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? എന്നെ ശരിക്കറിയില്ല നിങ്ങൾക്ക്. എന്നെ വെറുതെ വിട്ടയക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ എല്ലാവരെയും തീർക്കും ഞാൻ. അവൻ പറയുന്ന ഓരോ വാക്കുകളും അവനെ ദേഷ്യം പിടിപ്പിച്ചു. എങ്കിലും എല്ലാം അവൻ ഒതുക്കി വെച്ചു വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ആണല്ലോ, നിന്നൊന്ന് കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണോ? എന്നാ അതൊന്ന് കാണണല്ലോ നീ എന്താ ചെയ്യൂ എന്ന്. എന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചത് എൻ്റെ അച്ഛനറിഞ്ഞ നിങ്ങളാരും ജീവനോടെ ഉണ്ടാവില്ല. ഓക്കെ, നീ നിൻ്റെ അച്ഛനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ, എന്നിട്ട് ഞങ്ങളെ ജീവനെടുക്ക്. പിന്നെ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. നാദവൻ്റെ ഫോണിൽ നിന്നും അവളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആ ഫോട്ടോയിൽ ആളെ കണ്ടതും അവൻ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ഈ പന്നമോൾ പറഞ്ഞിട്ടാണോ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? എന്നെ ചതിച്ച് വേറൊരുത്തിനെ കണ്ടപ്പോൾ ഇറങ്ങിപ്പോയതാണ് അവൾ. അയാൾ നല്ല സുഖം കൊടുത്തിട്ടുണ്ടാകും, അതാവും എന്നെ ചതിച്ച് അവൾ പോയത്. അവൻ്റെ പെണ്ണിനെ പറ്റി പറയുന്നത് കേട്ട് സഹിക്കാൻ കഴിയാതെ അവൻ രാഹുലിനെ ചവിട്ടി തെറിപ്പിച്ചു. അവൻ്റെ ചെകുത്താൻ പുറത്തേക്ക് വന്നു. അവൻ്റെ മുഖം കണ്ടതും രാഹുൽ പേടി കൊണ്ട് വിറച്ചുപോയിരുന്നു. നാദിരുന്നിടത്തുനിന്നും ചാടി എണീറ്റ് അവൻ്റെ നേരെ കാലുയർത്തി ദേഷ്യത്തോടെ അവൻ്റെ നെഞ്ചിൻ കൂട് നോക്കി ചവിട്ടി. എൻ്റെ പെണ്ണിനെ കുറിച്ച് അനാവശ്യം പറയൂ. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നോട് തന്നെ അവളെപ്പറ്റി പറയാൻ? നാദ് പറഞ്ഞ വാക്കുകൾ കേട്ടതും രാഹുൽ ഞെട്ടിത്തരിച്ചു നിന്നു. ഈ ബഹളം കേട്ടാണ് ഗോകുൽ കണ്ണു തുറന്നത്. അവൻ അനങ്ങാൻ പറ്റുന്നില്ല എന്ന് കണ്ടതും അവൻ ദേഷ്യം കാണിക്കാൻ തുടങ്ങി. ആരടാ കണ്ണ് കെട്ടിയിട്ടിരിക്കുന്നത്? എന്നെ അഴിച്ചുവിടടോ. അവൻ്റെ അടുത്തുനിന്ന് കേട്ട വാക്കുകൾ അവിടെ നിൽക്കുന്നവരിൽ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. നാദ് ടോണിയെ നോക്കിയതും അവൻ വേഗം തന്നെ അവൻ്റെ കണ്ണിലേക്ക് കെട്ടഴിച്ചു കൊടുത്തു. അല്ല, ഇതാരാ? സാറോ? എന്ത് സാറ് എന്നെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്? സാറ് പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. രാഹുലിനെ നിങ്ങളുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. എന്നെ ഇതിൽ നിന്ന് സേഫാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സമ്മതിച്ചത്. ഗോകുലിൻ്റെ അടുത്തുനിന്ന് കേട്ട വാക്കുകൾ വിശ്വസിക്കാനാവാതെ രാഹുൽ മിഴിച്ചു നിന്നു. ഏടാ, നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലേടാ? എന്തിനാടാ ഇത് ചെയ്തത്? രാഹുൽ നിലത്ത് കിടന്ന് തന്നെ അവനോട് ദേഷ്യത്തിൽ അലറി. നാദൊന്ന് ടോണിയെ നോക്കിയതും അവൻ രാഹുലിനെ പിടിച്ച് നേരെ ഇരുത്തി. പന്ന മോനെ, നിനക്കിപ്പം മനസ്സിലായോ ഞാൻ ആരാണെന്നും എന്തിനാ നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങോട്ടേ കൊണ്ടുവന്നതെന്നും? അപ്പോൾ അവളുടെ കെട്ടിയിരിക്കുന്നത് നീയാണോ? ആണോ എന്നല്ല, ആണ്. അവളുടെ കഴുത്തിൽ താലി ചാർത്തിയത് ഞാനാ, ഈ ഭൈരവനാഥ് വർമ്മ. അവൾ എൻ്റെ പെണ്ണാണ്. അവളെക്കുറിച്ചില്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ കൊന്നുകളയും ഞാൻ. ഇല്ലാത്തതല്ല, ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. അവൾക്ക് പല പുരുഷന്മാരായിട്ടും ബന്ധങ്ങളുണ്ട്. അവൾ പല ആണുങ്ങൾക്കും തൻ്റെ ശരീരം കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൂടെ കേട്ടതും അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. അവൻ്റെ ചെകുത്താൻ പുറത്തേക്ക് വന്നു. അവൻ്റെ മുഖം കോപത്താൽ ജ്വലിച്ചു. അവൻ്റെ കണ്ണുകൾ ചുറ്റും ചുവപ്പ് രാശി പടർന്നു. അവൻ്റെ ചെകുത്താൻ്റെ മുഖഭാവത്തോടെ രാഹുലിൻ്റെ നേരെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവൻ്റെ മുഖം നോക്കി അടിച്ചു. നാദ് രാഹുലിൻ്റെ കെട്ടടിച്ച് അവൻ്റെ ദേഷ്യം തീരുന്നതുവരെ അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞുകുത്തി. മൂക്കിൽ നിന്നും വായിൽ നിന്നുമെല്ലാം ചോര വാർന്നൊഴുകാൻ തുടങ്ങി. എന്നിട്ടും നാദ് നിർത്തിയില്ല. അവൻ ദേഷ്യം അടങ്ങും വരെ അവൻ രാഹുലിനെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ കണ്ട് പേടിയോടെ ഗോകുലിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. നിനക്ക് എൻ്റെ പെണ്ണിനെ വേണോ അല്ലടാ? അവളെ എത്രത്തോളം ദ്രോഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം. അതറിഞ്ഞു തന്നെയാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. അവളെ നിനക്ക് സ്വന്തമാക്കി അവളുടെ സ്വത്തുക്കൾ നിങ്ങൾക്ക് വേണമല്ലേ? ഇതൊക്കെ പറയുമ്പോഴും നാദിൻ്റെ കൈ രാഹുലിൻ്റെ ശരീരത്ത് പതിഞ്ഞുകൊണ്ടിരുന്നു. എണീറ്റ് നിൽക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. പക്ഷേ നാദ് അവൻ്റെ അടി നിർത്തിയതുമില്ല. നിനക്ക് അവളെ വേണോ? അവളുടെ സ്വത്തുക്കൾ വേണോ? പറയടാ. രാഹുലിനൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ല. ആദേശത്ത് നാദ് വീണ്ടും അവനെ അടിച്ചു. അവൻ്റെ മുഖവും ശരീരവും ചോരയാൽ മുങ്ങി. അവനൊന്ന് ശരിക്കും നിവർന്നു നിൽക്കാൻ പോലും പറ്റാതെയായി. ഇതൊക്കെ കണ്ട് ഗോകുൽ അവരെ തന്നെ കണ്ണും തള്ളി നോക്കി നിന്നു. അവൻ്റെ തൊണ്ടയിലെ വെള്ളം വറ്റി വരണ്ടു. നാദു രാഹുലിനെ നിലത്തേക്ക് തള്ളിയിട്ടു. എന്നിട്ട് ഗോകുലിൻ്റെ അടുത്തേക്ക് പോയി. നിനക്കും എൻ്റെ പെണ്ണിനെ വേണമല്ലടാ? നിനക്കും അവളുടെ സൗന്ദര്യം ആസ്വദിക്കണം. അത് പറഞ്ഞ് നാദ് അവൻ്റെ മൂക്കിന് പഞ്ച് ചെയ്തു. അപ്പോൾ തന്നെ ടാപ്പ് തുറന്നതുപോലെ അവൻ്റെ മൂക്കിൽ നിന്നും ചോരയൊഴുകാൻ തുടങ്ങി. അവൻ അവിടെ നിന്നും ദേഷ്യത്തിൽ പോയി. പോകുന്ന പോക്കിൽ അവരോടായി പറഞ്ഞു, ടോണി, നിങ്ങളുടെ കടവും ബാക്കി വെക്കേണ്ട, അതും അവർക്ക് കൊടുത്തേക്ക്. പിന്നെ ഞാൻ നാളെ വരും. അപ്പോഴേക്കും കുറച്ച് ജീവൻ ബാക്കി വെക്കണം. അതും പറഞ്ഞ് നാദും ഹരിയും അവിടെ നിന്നും പോയി.
അവൾ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുറങ്ങുന്ന തൻ്റെ പ്രാണനെ. അവനെ കണ്ടതും അവൾ സന്തോഷത്തോടെ അവനെ ചുറ്റിപ്പിടിച്ച് വീണ്ടും കണ്ണുകൾ അടച്ചു. അവർ വീട്ടിലേക്ക് വന്നപ്പോൾ ഉച്ചയായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാനായിരുന്നിരുന്നു. അല്ല, നിങ്ങൾ രണ്ടുപേരും ഇതെവിടെ പോയതായിരുന്നു? ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിനു ശേഷം നിങ്ങളിവിടെ കണ്ടില്ലല്ലോ. ഇന്ദ്രൻ അങ്ങനെ ചോദിച്ചതും അവർ എന്തു പറയുമെന്ന് ആശയക്കുഴപ്പത്തിലായി. അത് ചെറിയച്ഛ, എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ രാത്രി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവനെ കാണാൻ പോയതാ. അത് നിങ്ങൾ രണ്ടുപേരും എന്തിനാ പോയത്? അത് ഞങ്ങളെ രണ്ടുപേരെയും ഒപ്പം പഠിച്ചതാ. അവൻ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞു. ഇന്ദ്രനൊന്ന് മൂളി. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവർ മുകളിലേക്ക് പോവാൻ നിന്നതും നാദു ഒന്നുകൂടി അവിടെ എല്ലായിടത്തും നോക്കി. എൻ്റെ മോനെ, നീ നോക്കണ്ട. അവളോ മുത്തശ്ശിയെ, നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ കിടന്നതാണ്. ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അല്ല, നിങ്ങൾ കഴിക്കാനൊന്നും വേണ്ടേ? ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് വരാം. സുലിച്ചെറിയം അങ്ങനെ പറഞ്ഞതും അവൻ മറുപടി പറഞ്ഞ് റൂമിലേക്ക് പോയി. ഹരി അവൻ്റെ റൂമിലേക്കും. അവൻ ഫ്രഷായി വന്നതും അവൻ ഫുഡ് കഴിച്ച് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്നു. മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചുറക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ടതും അവന് കുറുമ്പ് തോന്നി. എന്നെ നിനക്കിങ്ങനെ പിടിച്ചുറങ്ങാൻ പറ്റില്ല അല്ലേ? ഞാനെന്താ ഭീകര ജീവിയാണോ? അത് മനസ്സിൽ വിചാരിച്ച് അവൻ അവളെ എടുത്ത് ആരുടെയോ അനക്കമറിഞ്ഞ് മുത്തശ്ശി കണ്ണു തുറന്നു. എടാ, അവളിവിടെ കിടന്നോട്ടെ. വേണ്ട, ഞാൻ എടുക്കാം ഇവളെ. മുത്തശ്ശി പോയി കഴിക്കാൻ നോക്ക്. അത് പറഞ്ഞവൻ അവളെ തൻ്റെ കയ്യിൽ കോരിയെടുത്ത് റൂമിലേക്ക് പോയി. ആദി, നീ ഒരു പ്ലേറ്റ് ഫുഡ് എടുത്ത് റൂമിലേക്ക് വാ. അവളോട് അങ്ങനെ പറഞ്ഞ് അവൻ അവളെ എടുത്ത് റൂമിലേക്ക് പോയി. അവളെ ബെഡിൽ കിടത്തി അവളുടെ കയ്യിൽ നിന്നും ഫുഡ് വാങ്ങി ഡോറടച്ച് അവനും അവളെ കെട്ടിപ്പിടിച്ചുറങ്ങി. അവരുടെ പുറകെ ആദിയും പോയിരുന്നു. അവൻ്റെ കയ്യിൽ ഫുഡ് കൊടുത്ത് അവൾ തിരിച്ചു പോരുമ്പോഴാണ് ബാൽക്കണിയിൽ നിന്ന് ഫോൺ വിളിക്കുന്ന ഹരിയെ കണ്ടത്. അവൾ അവൻ്റെ അടുത്തേക്ക് പോവാൻ നിന്നതും അപ്പോഴാണ് അവൻ പറയുന്നത് കേട്ട് ആദ്യം ഞെട്ടിത്തരിച്ചു നിന്നു. വാ പൊത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടിപ്പോയിരുന്നു.